కంగ్రాచులేషన్స్. హలో థ్యాంక్ యూ. మన అమ్మాయి శ్రావణి ఉంది కదా, అమ్మాయి వాళ్ళ ఫ్రెండ్స్ సిటీ నుంచి వచ్చారు. సిటీయా? సిటీ అంటే హైదరాబాద్ నుంచి. కమ్ గైస్. వెళ్ళండి వెళ్ళండి. ఈ విగ్రహం ఎవరిది తాతయ్య? ఈ విగ్రహం ఎన్నో ఏళ్ల క్రితం నుండి ఇక్కడే ఉంది. ఎవరు పెట్టారో తెలియదు. అంత క్రితం ఉన్న వాళ్ళు పెట్టుండొచ్చు. అది సరే గాని ఇంకా మీ వాళ్ళు ఎవరైనా రావాల్సి ఉన్నారా? ఇంకా ఎవరు లేరు. എടാ തിരിഞ്ഞൊക്കെ പേടി അവിടെ എത്ര വീട് നോക്ക്. ഞാൻ നോക്കൂല. ഭാഗ്യ പ്രതിമയ്ക്കൊന്നും പറ്റിയില്ല തോന്നുന്നു. പ്രതിമ മിടിച്ച ദൈവമേ കണ്ണി കണ്ടവന്റെ വണ്ടിയാണ്. അയ്യോ ശർവാണി ഇട്ട് കിടന്ന് നിരങ്ങുമല്ലോ. രക്ഷപ്പെട്ടവൻ. നീ പറയുന്നോ? ഒരു കൂട്ടം വരുന്നുണ്ടല്ലോ. എടാ പണി പാളി. ഓ മലയാളികളാണല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ. സോറി സോറി സോറി. എടാ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കരുത്, മനസ്സിലാടാ ഇഡിയറ്റ്സ്. ചേട്ടാ ഒന്നും പറ്റാത്തതിൽ സന്തോഷിക്കല്ലേട്ടാ വേണ്ടത്. ഓഹോ എടാ പ്രതിമ എങ്ങനെ തലവണ ഞാൻ ചത്തു വരുന്നെങ്കിലോ? എന്റെ കാര്യം പോട്ടെ. ശ്രാവണിയുടെ മുതുമുതു മുത്തച്ഛൻ മിസ്റ്റർ പുലിവാൽ ദേവന്റെ പ്രതിമയാണത്. അദ്ദേഹത്തിന്റെ ഏക ഓർമ്മ. എടാ അവരിനി എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കാണും? ആവോ. ఎవడ్రా మీరు? అది ఈ నా కొడుకుల్ని పోలీసులు పట్టిద్దాం. ശോഭി സാറിന്റെ സ്റ്റുഡന്റ് ഞങ്ങൾ കല്യാണം കൂടാൻ വന്നു. പ്ലീസ് ചേട്ടാ ഒന്ന് പറയട്ടെ. కళ్యాణం కూడా ఇంగ్లీష్ వాళ్ళు పెళ్లి చూడటానికి వచ్చిన వాళ్ళు, మన అతిథులు, పెళ్లి కొడుకు తరపున బంధువులు కూడా. ఏం అవలేదు కదా, వదిలేయి నాన్న. താങ്ക് യു അപ്പൂപ്പ. ആദി എന്തോ കണ്ടില്ലേ ഇവരെന്നെ കൊല്ലാൻ നോക്കി വണ്ടി അടിച്ച്. ഞാനിപ്പോ ചത്തുപോയനെ. ഇല്ല ഞങ്ങളത് മനഃപൂർവ്വം. എവിടെ നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവ് പോലെ ഉണ്ട്. കണ്ണിന്റെ ആക്സിഡന്റലി പറ്റിയതല്ലേ, പോട്ടെ. മലയാളികളല്ലേ അവര്? റീനു മലയാളികളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര്. ആദി വിട്. അവരൊന്നാമത് പേടിച്ചായിരിക്കുന്നേ. ഇതിൽ കൂടുതൽ സീനാക്കണ്ട. വന്നേ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. വന്നേ. അവനെന്നെ അറിയില്ല. എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? ആ വൃത്തിയിട്ടവൻ എന്നെ പിടിച്ചിടിച്ചേനാട് ഇപ്പോ. ഇവനെന്ത് ഇത്ര ചൂടായത്? ആർക്കൊന്നും പറ്റിയില്ലല്ലോ. എല്ലാരും ചാടി രക്ഷപ്പെട്ടില്ലേ? എന്ത് പരിപാടിയാണ് കാണിച്ചത്? സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ആയിരിക്കും. ഫോർമാലിറ്റി കല്യാണം വിളിച്ച അപ്പൊ തന്നെ കെട്ടിയെടുക്കാണ്. അത് ശരി. എന്നാ ഞങ്ങള് തിരിച്ചു നോക്കോളാം. ആ പെട്രോൾ കാശും കിട്ടുക 3000 രൂപ കൊടുക്ക്. തമാശ പറയാനും പറ്റൂലേ? നിങ്ങളൊന്ന് പോണ്ട, ഞാൻ ഇവിടെ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ എന്റെ ഹൽദി ഉണ്ടെന്ന് അതൊക്കെ കണ്ടിരിക്കേ പ്ലീസ്. അതെ ഞാൻ പോയിന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. തിരിച്ചു വരുമ്പോഴേക്കും പന്തലൊന്നും നശിപ്പിക്കരുത് പ്ലീസ്. സാറേ